പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയറ്റിൽ അസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ട് അവശത അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പലരും അതിനെ വളരെ ലളിതമായ ഒരു രോഗാവസ്ഥയായിട്ടാണ് കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല. അസിഡിറ്റി വളരെ ഗൗരവ സ്വഭാവമുള്ള പല രോഗങ്ങളുമായിട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ആമാശയ അൾസറായിട്ട് മാറാം. അവിടെ നിന്നും ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ രക്തം ഛർദ്ദിക്കും. ചിലപ്പോൾ അത് ക്യാൻസർ ആയിട്ട് മാറാം. ചിലപ്പോൾ നമുക്ക് ഗേർഡ് എന്ന മറ്റൊരു രോഗാവസ്ഥ ഉണ്ടാകാം. ഇങ്ങനെ പല രോഗാവസ്ഥകളിലേക്കും ഈ അസിഡിറ്റി കൊണ്ടുവന്ന് നമ്മളെ ചിലപ്പോൾ എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അസിഡിറ്റി എന്തുമൂലം ഉണ്ടാകുന്നു, അല്ലെ അസിഡിറ്റി എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ പരിശോധനകളാണ് അതിന് വേണ്ടത്, അതിന് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, അതിൻ്റെ ചികിത്സ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയറ്റിലും, അതായത് സ്റ്റൊമക്കിലും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ദഹന പ്രക്രിയയ്ക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണത്. നമ്മൾ കഴിക്കുന്ന ആഹാരം നന്നായിട്ട് ദഹിക്കണമെങ്കിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സാന്നിധ്യം ആവശ്യമാണ്. സാധാരണഗതിയിൽ അത് നിയന്ത്രണ വിധേയമായിട്ടാണ് നമ്മുടെ സ്റ്റൊമക്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ ആസിഡിന്റെ ഉൽപാദനം വളരെ കൂടുന്നു. അപ്പോൾ സ്റ്റൊമക്കിലുള്ള ആസിഡിന്റെ അളവ് കൂടുന്നു. ആസിഡിന്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന ചില ദഹന പ്രശ്നങ്ങളെയാണ് നമ്മൾ സാധാരണക്കാര് അസിഡിറ്റി എന്ന് വിളിക്കുന്നത്. പലതരത്തിലുള്ള ലക്ഷണങ്ങളോടെയാണ് ഈ അസിഡിറ്റി പലർക്കും ഉണ്ടാകുന്നത്. കൂടുതൽ ആൾക്കാർക്കും അത് നെഞ്ചരിച്ചിലായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഹാർട്ട് ബേൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. വയറിന്റെ മുകൾ ഭാഗത്ത് എരിച്ചിലുണ്ടാകുക, അല്ലെങ്കിൽ നെഞ്ചിന്റെ നടുഭാഗത്ത് എരിച്ചിലുണ്ടാകുക, വയറിന്റെ മുകൾ ഭാഗത്ത് വേദന ഉണ്ടാകുക, പുളിച്ച് തികട്ടി വരിക. അതായത് ആസിഡ് ചിലപ്പോൾ മുകളിലേക്ക് കടന്ന് നമ്മുടെ അന്നനാളത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പുളിച്ച് തികട്ടി വരുന്നത്. പിന്നെ ഏമ്പക്കം ഉണ്ടാകാം, ചിലർക്ക് വിശപ്പില്ലായ്മ വരാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ. ഈ അസിഡിറ്റിയോട് അനുബന്ധിച്ച്, അല്ലെങ്കിൽ ഈ അസിഡിറ്റി വളരെ കൂടുതൽ നാളായിട്ട് ചികിത്സിക്കാതെ ഇരിക്കുമ്പോൾ ഈ അസിഡിറ്റി ചിലപ്പോൾ നമ്മുടെ ആമാശയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. 2-3 തരത്തിലുള്ള ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൾസർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ചിലർക്ക് പെപ്റ്റിക് അൾസർ വയറ്റിനകത്ത് ഉണ്ടാകുന്നു. അതായത് ആമാശയത്തിന്റെ ഉൾവശത്ത് വളരെ മൃദുലമായ ഒരു ആവരണമുണ്ട്. അതിനെ എൻഡോത്തീലിയം എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. ഈ എൻഡോത്തീലിയത്തിന് കൂടുതൽ ആസിഡ് ഉൽപ്പാദിപ്പിച്ചു കഴിയുമ്പോൾ അതിന് കേടുവരുന്നു, അവിടെ ഡാമേജ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഭാഗത്ത് പുണ്ണ് അല്ലെങ്കിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു. അതിനെയാണ് അൾസർ എന്ന് പറയുന്നത്. അത് ആമാശയത്തിലുണ്ടാകാം. അപ്പോൾ അതിനെ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നു. അത് നമ്മുടെ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തുണ്ടാകാം. അതായത് അതിനെ ഡുവോഡിനൽ അൾസർ എന്ന് പറയുന്നു. ഇങ്ങനെ അൾസർ ഉണ്ടായി കഴിയുമ്പോൾ ഈ വേദന അല്പം കൂടി ഗൗരവ സ്വഭാവമുള്ള വേദനയായിട്ട് മാറുന്നു. ഈ അൾസർ ഉണ്ടായി കഴിയുമ്പോൾ അത് മറ്റു ചില പ്രശ്നങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കാം. ഈ അൾസർ ചിലപ്പോൾ അതിന്റെ അടിവശത്തുള്ള രക്തക്കുഴലുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ രക്തക്കൊണ്ടുകൾ ചിലപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവര് ചിലപ്പോൾ ചിലപ്പോൾ വയറ്റിൽ വന്നു കഴിഞ്ഞ് രക്തം ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ രക്തം വയറ്റിൽ കിടന്ന് മലത്തിൽ കൂടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ടാറിന്റെ നിറത്തില് മലത്തിന്റെ കൂടെ പുറത്തു വരുന്നത്. പിന്നെ മറ്റൊന്ന്, ഇങ്ങനെ രക്തം നമ്മൾ അറിയാതെ തന്നെ കുറേശ്ശെ പോകുമ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് ശരീരത്തിൽ രക്തക്കുറവ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതായത് അനീമിയ അല്ലെ പിത്തം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനെയുള്ള അൾസർ വന്നു കഴിഞ്ഞാൽ ഭിത്തി ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ അല്ലെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിനോ അല്ലെ ഡുവോഡിനത്തിനോ ചെറിയ കിഴുത്തുകൾ വീഴും. അതിനെ പെർഫൊറേഷൻ എന്നാണ് സാധാരണ ഡോക്ടർമാർ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൊമക്കിലും അല്ലെ ഇൻഡസ്റ്റൈനിന്റെ ആദ്യ ഭാഗത്തും ഒക്കെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു സർജിക്കൽ കണ്ടീഷനാണ്. അതായത് അങ്ങനെ ലീക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വയറ്റിനകത്ത് പഴുപ്പുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഈ പെർഫൊറേഷൻ എന്ന കണ്ടീഷൻ.
പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഈ വയറ്റിനകത്തെ ക്യാൻസറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണേലും ക്യാൻസർ ഉണ്ടാകാം. സ്റ്റൊമക്കിനകത്ത് ഉണ്ടാകുന്ന ക്യാൻസർ ഇന്ന് വളരെ കൂടി വരികയാണ്. ഈ ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള പെപ്റ്റിക് അൾസറാണ്. അതുകൂടാതെ മറ്റൊന്നും കൂടിയുണ്ട്, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മുടെ വയറ്റിനകത്ത് വരാം, നമ്മുടെ ആമാശയത്തിൽ വരാം. അതിനെ ഹെലിക്കോബാക്ടർ പൈലോറി എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഗ്യാസ്ട്രിക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ആ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഈ എരിച്ചില്, നെഞ്ചരിച്ചില്, പുളിച്ചുതേട്ടല്, അല്ല അതുപോലെ തന്നെ വയറ്റിന്റെ മോൾ ഭാഗത്ത് വേദന തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഇവയ്ക്കെല്ലാം സാധാരണയായിട്ട് ഉള്ളത്. അപ്പോൾ ഗ്യാസ്ട്രിക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ സർജിക്കലായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി മറ്റു മരുന്നുകളും ഒക്കെ കഴിക്കേണ്ടി വരും. അത് തുടക്കത്തിലെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുള്ള പരിശോധനകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് മറ്റൊരു രോഗാവസ്ഥയെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഗേർഡ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഈ അസിഡിറ്റി ഉള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഈ അന്നനാളം കഴിഞ്ഞാണ് സ്റ്റൊമക്ക് കഴിഞ്ഞാണ് നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ച് നമ്മുടെ അന്നനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു വാൽവ് പോലെ പ്രവർത്തിക്കുന്ന ലോവർ ഈസോഫാജിയൽ സ്പിൻഡർ ഉണ്ട്. ചില ആൾക്കാരിൽ ഈ സ്പിൻഡർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ചിട്ട് കിടക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ആസിഡ് കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും നമ്മുടെ അന്നനാളത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അന്നനാളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അകത്തെ എൻഡോത്തീലിയത്തിന് കേടുവരുത്തുകയും അത് ഈസോഫാജൈറ്റിസ് ആയിട്ട് വരാം. ചിലപ്പോൾ നമുക്ക് ബാരറ്റ്സ് ഈസോഫാഗസ് എന്ന വേറൊരു കണ്ടീഷനിലേക്ക് പോകാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഗേർഡ് അല്ലെ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. അപ്പോൾ ആസിഡ് ഇങ്ങനെ അന്നനാളത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തേക്ക് കടന്നു വരുന്നതിനെയാണ് ഈ ഗേർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല രോഗാവസ്ഥകളാണ് ഈ അസിഡിറ്റി മൂലം നമുക്ക് ഉണ്ടാകുന്നത്. അതിൽ ഒന്നാണ് ഈ അൾസർ ഉണ്ടാകുന്നത്, രണ്ടാണ് നമുക്ക് ഈ ഗേർഡ് എന്നൊരു അസുഖം ഉണ്ടാകുന്നത്, മൂന്നാണ് ഗ്യാസ്ട്രിക് ക്യാൻസർ വരുന്നത്. അപ്പൊ അങ്ങനെ 3 പ്രധാന രോഗാവസ്ഥകളിലേക്ക് ഇത് നമ്മളെ ചിലപ്പോൾ കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ ഇതിനെല്ലാം കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധനയുണ്ട്. അതിനെ എൻഡോസ്കോപ്പി എന്നാണ് പറയുന്നത്. ഗ്യാസ്ട്രോ എൻട്രോളജി സർജൻസ് ആണ് ആ എൻഡോസ്കോപ്പി പരിശോധന ചെയ്യുന്നത്. ഒരു ട്യൂബ് നമ്മുടെ വായുക്കൾ കൂടി കടത്തി നമ്മുടെ ഈസോഫാഗസിനെ നിരീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റൊമക്കിലേക്ക് ചെല്ലുമ്പോൾ സ്റ്റൊമക്കിനെ നിരീക്ഷിക്കുന്നു. അവർക്ക് അൾസർ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ക്യാൻസറിന് പോലെയുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് തന്നെ ബയോപ്സി എടുക്കാം. പിന്നെ ഈ എൻഡോസ്കോപ്പി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ നിന്നും ഒരു സാമ്പിള് കളക്ട് ചെയ്ത് ആ സാമ്പിളിനകത്ത് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സാധാരണ ഒരു ഡോക്ടറെ കാണിച്ചു, അല്ലെ സർജനെ കാണിച്ചു, അല്ലെ ഫിസിഷ്യനെ കാണിച്ചു, കാര്യമായ മാറ്റം വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കണ്ട് ഈ എൻഡോസ്കോപ്പി പരിശോധന ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ അസിഡിറ്റി പ്രധാനമായിട്ടും നമ്മുടെ ഒരു ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗാവസ്ഥയാണ്. ഈ പറഞ്ഞ രോഗാവസ്ഥകളെല്ലാം അത് പെപ്റ്റിക് അൾസറും അതുപോലെ തന്നെ ഗേർഡ് എന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. ജീവിതശൈലി പുനഃക്രമീകരിക്കുക അല്ലെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് ഈ രോഗാവസ്ഥകളെ നമുക്ക് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. അല്ലെങ്കിൽ അസിഡിറ്റിയെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നത്, ഗേർഡിനെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മളെ ഭക്ഷണ കാര്യത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ ആസിഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ എരിവുള്ളത്, അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതും, പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില മരുന്നുകളാണ്. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ അസിഡിറ്റി കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ചില വേദനാ സംഹാരികൾ കഴിക്കുമ്പോൾ ഈ അസിഡിറ്റി കൂടുതലായിട്ടുണ്ടാകും. ചിലപ്പോൾ അത് അൾസർ ഉണ്ടാകും, ചിലപ്പോൾ ഈ ഗേർഡ് എന്നുള്ള ഒരു അസുഖത്തിന് അത് കാരണമാകും. അപ്പോൾ ഇങ്ങനെ വേദനാ സംഹാരികൾ കൂടുതലായിട്ട് തുടർച്ചയായിട്ടും കഴിക്കുമ്പോൾ അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ നമ്മൾ കഴിക്കാവുള്ളൂ. കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ചില ഭക്ഷണ സാധനങ്ങൾ സൂചിപ്പിച്ചു. പിന്നെ ഭക്ഷണം നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ഈ ഗേർഡ് എന്ന രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ
ചെറിയ അളവിലായിട്ട് പല പ്രാവശ്യമായിട്ടാണ് ആഹാരം കഴിക്കുന്നത്. വയറ് നിറച്ച് നമ്മൾ ഒരിക്കലും ആഹാരം കഴിക്കരുത്. പിന്നെ നമ്മൾ വൈകിട്ടത്തെയൊക്കെ ആഹാരം നമ്മൾ നേരത്തെ തന്നെ കഴിക്കണം. 8 മണിക്ക് മുമ്പ് വൈകിട്ടത്തെ ആഹാരം കഴിച്ച് ഒരു 2, 3 അല്ലെ 4 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ കിടക്കാവുള്ളൂ. കിടക്കുമ്പോൾ ഉച്ച കഴിഞ്ഞാണേലും അതുപോലെ തന്നെ രാത്രിയിലാണേലും നമ്മുടെ തലഭാഗം കൂടുതൽ ഉയരത്തിൽ വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ കിടക്കുന്ന ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മുകളിലേക്ക് ഈസോഫാഗസിന്റെ താഴത്തെ ഭാഗത്തേക്ക് കടന്നു വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്ട്രെസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്ട്രെസ്സ് നമുക്ക് കൂടുതലുള്ളപ്പോൾ നമുക്ക് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാകാം. അതിനെ ഫങ്ഷണൽ ഡിസ്പെപ്സിയ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്തണം. യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അസിഡിറ്റിയുടെ സിംറ്റം കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ നന്നായിട്ട് നമ്മൾ ഉറങ്ങുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തി കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനം കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ പുകവലി ഉള്ളവരാണെങ്കിൽ തീർത്തും ഉപേക്ഷിക്കുക. മദ്യപാനവും ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതിന് ധാരാളം മെഡിസിൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. പലരും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ആന്റാസിഡ് പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അത് ഈ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ചില കെമിക്കൽ പദാർത്ഥങ്ങളാണത്. അതുകൂടാതെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അത് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസയിൽ നിന്നും ഈ ആസിഡിന്റെ ഉൽപാദനത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പല പുതിയ മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള നമ്മൾ സൂചിപ്പിച്ചതുപോലെ അൾസർ ഉണ്ടാകുക, അല്ലെങ്കിൽ അൾസർ ബ്ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ അൾസർ ക്യാൻസർ ആയിട്ട് മാറുക, അതുപോലെ തന്നെ ഗേർഡ് എന്ന രോഗാവസ്ഥയെ പറ്റി പറഞ്ഞു. അതിനൊരു സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്. ഫണ്ടോപ്ലിക്കേഷൻ എന്നൊരു സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്. ബാക്കി മുമ്പേ ഇപ്പം സൂചിപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ പല സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജി സർജനെ കാണിച്ച് അത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ അസിഡിറ്റി അത് എന്തുകൊണ്ടുണ്ടാകുന്നു, അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് നന്നായി നമ്മൾ ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും, അതിൻ്റെ പരിശോധനകൾ എന്തെല്ലാമാണ്, ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അല്പം വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ പ്രയോജനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.